നമസ്കാരം. കൃഷ്ണാരിമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ശ്രീകൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ പാദമനിശം ഹൃദി ഭാവയാമി. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അതിയായ വാത്സല്യം കൊണ്ട് ഒരു ദിവസം കൂടി നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിച്ചു. ഇനിയും നമ്മളിൽ കാരുണ്യവർഷം ചൊരിയട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാട്ടോ. ഇന്നലെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കുറേ പേര് എനിക്ക് മറുപടി തന്നിരുന്നു. എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി. കാരണം അത് വായിക്കുമ്പോൾ ഓരോരുത്തരുടെ കമൻറ്റ് വായിക്കുമ്പോഴും നമുക്ക് ആ ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അതായത് വെണ്ണയും ഓടക്കോലും പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ്, എൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ഉണ്ണികൃഷ്ണനാണ്, 4 തൃക്കൈകളോട് കൂടിയുള്ള ഉണ്ണികൃഷ്ണനാണ്, ആ ദേവകി അമ്മയ്ക്കും വസുദേവർക്കും ഉണ്ടായ ഉടനെ കാണിച്ചു കൊടുത്ത ഉണ്ണികൃഷ്ണനാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർ പറയുന്ന ഉണ്ണികൃഷ്ണനെ കാളിയമർദ്ദന രൂപനാണ്, അതുപോലെ വിരലുണ്ണുന്ന ഉണ്ണികൃഷ്ണനാണോ, ഓടക്കുകൾ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണോ, പശുവിനെ ചാരി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ്, ലഡു ഗോപാലിനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇന്നലത്തെ കമൻറ്റ് ബോക്സ് എല്ലാം പോസിറ്റിവിറ്റി കൊണ്ട് നിറച്ചിരിക്കുകയാണ് എല്ലാവരും. അത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നു. നിങ്ങൾ ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി വരൂ. നമുക്കെല്ലാവർക്കും കൃഷ്ണചിന്തകളിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പനോട്. ഇനിയും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ. നമ്മുടെ അനുഭവം പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ്? സവിതയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമേ ഉണ്ട് എന്ന്. അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. അനുഭവം പറയുന്നതായിട്ട് ഒരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടില്ല. പേഴ്സണൽ മെസ്സേജ് എനിക്ക് അയക്കാറുണ്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ട്. എനിക്ക് കേൾക്കുമ്പോൾ ആ സമയത്ത് എന്താണോ എൻ്റെ വായിൽ മറുപടി തരുന്നത് ഗുരുവായൂരപ്പൻ, ഞാനത് അവരോട് മറുപടിയായിട്ട് പറയാറുണ്ട്. അതല്ലാതെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ ഒരു നീലാംബരി എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. ആ ഗ്രൂപ്പിൽ നീലാംബരി, അതായത് കൃഷ്ണചിന്തകൾ, ഭഗവാന്റെ കുഞ്ഞു കുഞ്ഞു കഥകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനെക്കുറിച്ച് കാണണമെന്ന് ആഗ്രഹമുള്ള രൂപങ്ങളോ, അങ്ങനെ ഞാൻ നീലാംബരി പറയുന്നത് കേട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നീലാംബരി എന്താണെന്ന്. അത് പറയാൻ അറിയുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അത് മാത്രമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതിൽ കേൾക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് പറയണം നിർബന്ധമില്ല, കേൾക്കാനുള്ള അതായാലും മതി. അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ കൃഷ്ണാനുഭവങ്ങൾ എന്നൊരു ഗ്രൂപ്പ് ഇല്ല കേട്ടോ. അപ്പോൾ അതാണ്. അടുത്തതായിട്ട് കമലമുത്തമൻ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത നാരായണീയം വായിക്കുമ്പോൾ ആദ്യത്തെ പേജിൽ നാരായണ കവചം ഉണ്ടല്ലോ, അത് മുഴുവനും വായിക്കണോ എന്നാണ് എൻ്റെ സംശയം. ചില നാരായണീയത്തിൻ്റെ ചില എഡിഷൻ, ചില പ്രിൻറ്റിങ്, ചില എഡിഷൻസിൽ നാരായണ കവച മന്ത്രം, ചിലതിൽ വിഷ്ണു സഹസ്രനാമ മന്ത്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരായണ കവചം തുടങ്ങിയാൽ അത് കഴിയുന്നത് വരെ 42 ശ്ലോകങ്ങൾ മുഴുവനായിട്ടും ചൊല്ലണം എന്ന് തന്നെയാണ് കേട്ടോ. അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളും ചൊല്ലണം, ഇടയ്ക്ക് വെച്ച് നിർത്താതെ മുഴുവനാക്കണം എന്ന് തന്നെയാണ്. നോക്കൂ, നാരായണീയം എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റർ വൈസായിട്ടാണ്, ദശകങ്ങൾ, 10 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഒരു ദശകം, അതിൽ ഒരു കഥ, അങ്ങനെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. നാരായണ കവചം എന്നത് ഒരധ്യായമാണ്, ഭാഗവതത്തിലെ ഒരധ്യായമാണ്, അതിൽ 42 ശ്ലോകങ്ങളാണ്. അപ്പോൾ ആ ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എൻ്റെ ശ്രീ എന്ന ആ ഉച്ചാരണം ശരിയാവണില്ല. അനേകം പേരായി എനിക്കത് തിരുത്തി തരുന്നു. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും എന്നോട് പറയുന്നുണ്ട്, സവിത ശ്രീ ഗുരുവായൂരപ്പൻ എന്നാണ് പറയണത്. എസ് ആണ് അവിടെ വരുന്നത്, അവിടെ അതല്ല വരേണ്ടത്, അതായത് സ ആണ് വരുന്നത്, സ അല്ല വരേണ്ടത്, ഷ, ശ്രീ എന്നാണ് പറയേണ്ടതെന്ന്. ആ ശ്രീ എനിക്ക് വരുന്നില്ല, ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തതായിട്ട് പത്മചേച്ചിയാണ്. ഞാനിതിന് ആൻസർ പറഞ്ഞതാണ് പത്മചേച്ചി, അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത് എടുക്കാഞ്ഞത്. എന്നാലും ചേച്ചി അത് കേട്ടില്ല തോന്നുന്നു, വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുക്കണത്. ദാമോദര മാസ ആരതിക്ക് ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ആണ് ഉള്ളത്, അത് മതിയോന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്ന് തന്നെ. ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എങ്കിൽ അത് വെച്ച് ആരതി ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോയിലും നമുക്ക് ചെയ്യാവുന്ന കേട്ടോ. അടുത്തതായിട്ട് സവിത രോഹിണി അമ്മയെക്കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്നാണ് രഞ്ജി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. വസുദേവരുടെ ഭാര്യയാണ് രോഹിണി, ദേവകിക്ക് മുൻപുള്ള ഭാര്യയാണ് രോഹിണി. വസുദേവരെയും ദേവകിയെയും
കംസൻ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ കംസനിൽ ഭയമുള്ള വസുദേവര് രോഹിണിയോട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കൂടിയായ നന്ദഗോപരുടെ അടുത്തേക്ക് അഭയം പ്രാപിക്കാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് രോഹിണി നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വന്നു. വസുദേവരുടെ നിർദ്ദേശപ്രകാരം വസുദേവര് ജയിലിൽ അടയ്ക്കപ്പെട്ട, കംസനാൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സമയത്ത് നന്ദഗോപ ഗൃഹത്തിലേക്ക്, വൃന്ദാവനത്തിലേക്ക് വന്നു. ആ സമയത്ത് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ്, ആ സമയത്താണ് യോഗമായയെ കാണാനായിട്ട്, യോഗമായയുടെ പ്രഭാവം കൊണ്ട് ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിലുള്ള ആ ഒരു കുഞ്ഞിനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റിയത്. അതാണ് ബലരാമസ്വാമി. അപ്പോൾ ബലരാമസ്വാമിക്ക് എത്ര അമ്മയുണ്ടെന്ന് ചോദിച്ചാൽ 2 അമ്മ തന്നെയാണ് കേട്ടോ. ദേവകി ദേവിയായിരുന്നു ആദ്യത്തെ അമ്മ. എന്നാൽ ജന്മം കൊണ്ടത് ദേവകി ഗർഭത്തിലാണെങ്കിൽ ജനിച്ചത് രോഹിണി ഗർഭത്തിൽ നിന്നാണ്. അപ്പോൾ 2 അമ്മമാരും ബലരാമസ്വാമിയുടെ അമ്മമാർ തന്നെയാണ്. അപ്പോൾ രോഹിണി ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ബലരാമസ്വാമി ജനിച്ചതും നന്ദഗോകുലത്തിൽ തന്നെയാണ്. അവർക്ക് കുട്ടികളാരും ഇല്ലാത്ത സമയത്താണ് ഗർഭവതിയായ ഈ രോഹിണിയെ അവർക്ക് കിട്ടുന്നത്, അതായത് അഭയം പ്രാപിച്ച ആ സമയം. അപ്പോൾ രോഹിണിക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തുകൊണ്ട് നമ്മുടെ യശോദമ്മ സന്തോഷവതിയായിരിക്കുന്ന സമയത്താണ് നമ്മുടെ പൊന്നുണ്ണികൃഷ്ണനല്ല, യോഗമായയായിരുന്നു യശോദമ്മയുടെ ഗർഭത്തിൽ ഉണ്ടായിരുന്നത്. യോഗമായയെ കംസനാൽ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അമ്മ ആകാശത്തേക്ക് പൊങ്ങി എന്നും 8 തൃക്കൈകളോടുകൂടി അമ്മയെ ദർശിക്കാൻ സാധിച്ചു എന്നുമുള്ള കഥയൊക്കെ നമുക്കറിയാം. അവതാരം കഥ പറയുന്ന സമയത്ത് നമ്മളിതൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ശിശു ഉണ്ടായി അവിടെ നിന്ന് മാറ്റിക്കിടത്തിയിട്ടാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അവിടെ വരുന്നത്. അപ്പോൾ കൃഷ്ണനും രാമനും അങ്ങനെയാണ്. രണ്ടുപേരുടെയും അമ്മയാണ് രോഹിണി അമ്മ, 2 പേരുടെയും അമ്മയാണ് യശോദമ്മ. അങ്ങനെയാണ് അവർ വളർന്നത് കേട്ടോ. അപ്പോൾ രോഹിണി അമ്മയെക്കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ രോഹിണി അമ്മ ഇവരുടെ കാരാഗ്രഹവാസം കഴിഞ്ഞ് കംസവധം കഴിഞ്ഞപ്പോൾ നേരെ വസുദേവരുടെ അടുത്തേക്ക് വീണ്ടും പോയി. അതിനുശേഷം അവിടുന്ന് മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകുമ്പോൾ അപ്പോഴും രോഹിണി അമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രോഹിണി അമ്മ ഓൾവേസ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. കളഭം അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ബിന്ദു അരവിന്ദ് എന്ന ഭക്തയാണ്. നമ്മൾ കളഭം ഷീട്ടാക്കി കണ്ണിന് ചാർത്തിയ കളഭം മാത്രമാണോ കിട്ടുക, അതോ ഉപദേവതകൾക്ക് ചാർത്തിയതും ഉണ്ടാകുമോ? പല ആളുകൾക്കും സംശയമുണ്ട് കേട്ടോ. വെറുതെ അരച്ചു തരുന്നതാണോ കളഭവും ചന്ദനവും ഒക്കെ നമുക്ക്, അതോ ഇപ്പം ഇത്രയൊക്കെ പേര് വാങ്ങുന്നുണ്ടല്ലോ, പക്ഷെ അത്രയൊക്കെ വേണ്ടി വരുമോ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ചാർത്താനായിട്ട് എന്നൊക്കെയുള്ള സംശയം. ഒരു ദിവസം 30 ഉരുള കളഭമാണ് അവിടെ ആവശ്യമുള്ളത്. അതിലധികം ഷീട്ട് വരുന്നുണ്ടായിരിക്കാം. പക്ഷെ എല്ലാം ഇവിടെ കൊടുക്കുന്ന എല്ലാ പ്രസാദങ്ങളും ഗുരുവായൂരപ്പൻ്റെ പ്രസാദം തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് മുഴുവൻ നേദിക്കാതെ പ്രസാദമായിട്ട് കൊടുക്കുക അങ്ങനെയല്ല. എല്ലാം പ്രസാദമാണ്. എല്ലാം ഭഗവാനെ നേദിച്ചതിന് ശേഷമാണ് കിട്ടുക. കളഭവും ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയത് തന്നെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിലൊരു സംശയവും വിചാരിക്കേണ്ട. എല്ലാം ഭഗവാന്റെ പ്രസാദം തന്നെയാണ്. അടുത്തതായിട്ട് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളി നവംബറിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉള്ളത്? ഞാൻ ലാസ്റ്റ് വീക്കാണ് അന്വേഷിച്ചത്. നവംബറിൽ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ ഇന്ന് ഒന്നുകൂടെ പോയി ചോദിക്കാം നവംബറിലെ ഡേറ്റുകൾ വന്നെങ്കിൽ ഞാൻ അയച്ചു തരാം കേട്ടോ. അടുത്തത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സപ്താഹമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബിത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ സപ്താഹമുണ്ടോ എന്ന്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും സപ്താഹം നടക്കുന്നുണ്ട്. ഏത് ദിവസമാണ് സപ്താഹമുണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആധ്യാത്മിക ഹാളിലാണ് സപ്താഹങ്ങൾ നടക്കാറുള്ളത്. എല്ലാ സമയത്തും എന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ട് കേട്ടോ. മിക്കവാറും എല്ലായ്പ്പോഴും ഉണ്ട്. ഇപ്പോൾ ഒക്ടോബർ 1-ാം തീയതി മുതൽ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയായിരുന്നു സപ്താഹ ആചാര്യ ആയിരുന്നത്, രാധാന്തർജനം ചെറുതയൂരിലത്തെ. അവരുടെ സപ്താഹമായിരുന്നു ഇപ്പോൾ 8-ാം തീയതി വരെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ഇനി അടുത്ത ആളുടെ ആരുടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല. കണ്ടിന്യൂസ് ആയിട്ടില്ലെങ്കിലും ചില ദിവസങ്ങളിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിലും മിക്കവാറും എല്ലാ മാസങ്ങളിലും അവിടെ സപ്താഹം നടക്കുന്നുണ്ട്. ക്ഷേത്രം ആധ്യാത്മിക ഹാളിലാണ് നടക്കുന്നത്. ഇനി അത് എവിടെയാണെന്നറിയാത്ത ആൾക്കാർക്ക് തെക്ക് പടിഞ്ഞാറ് മൂലയിലായിട്ടാണ് ആ സപ്താഹം, അതായത് ആധ്യാത്മിക ഹാളിൻ്റെ ഗോവണി വരുന്നത്. തെക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ മനസ്സിലാക്കാൻ. നമ്മൾ അയ്യപ്പനെ തൊഴുല്ലോ, ഉപദേവതയായിട്ടുള്ള അയ്യപ്പനെ തൊഴുതിട്ട് വീണ്ടും പ്രദക്ഷിണം ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് ആ ടേൺ ചെയ്യില്ലേ, ആ ഭാഗത്താണ് അവിടെ ഗോവണി കാണാം. ആ ഗോവണിയുടെ അവിടെ അതിലൂടെ കയറിപ്പോയാൽ അവിടെ ആധ്യാത്മിക ഹാളാണ്. എല്ലാവർക്കും പ്രവേശനമുണ്ട് കേട്ടോ, ആർക്ക് വേണമെങ്കിലും പോയിരുന്ന് കേൾക്കാം. 2 ഹാളുണ്ട്. ഒന്ന് സാധാരണ ഹാളാണ്, മറ്റേത് AC ഹാളാണ്. AC ഹാളിലാണെങ്കിൽ ചെയറൊക്കെ ഉണ്ട്, നിലത്തിരിക്കേണ്ടി വരില്ല. അപ്പുറത്തെ ഹാളാണെങ്കിൽ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ ചിലപ്പോൾ നിലത്തന്നെ ഇരിക്കേണ്ടി വരും നമ്മൾ, മറ്റ് സൗകര്യങ്ങളില്ല. എന്നാലും ആധ്യാത്മിക ഹാളുണ്ട് 2 ഇപ്പോൾ രാവിലത്തെ ആ ഒരു ശിവേലിക്ക് മുമ്പായിട്ടുള്ള ഭജന പാടലുണ്ടല്ലോ, അത് ആധ്യാത്മിക ഹാളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതും ഈ പറഞ്ഞ AC അല്ലാത്ത ഹാളിലാണ് അവരുടെ ആ ഒരു രാവിലത്തെ ഭജന പാടൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. കുറേ ആൾക്കാർക്ക് അത് മിസ് ചെയ്യുന്നുണ്ടാവും, കാരണം എവിടെയാണെന്ന് അറിയാത്ത കാരണം. ആ ഒരു വടക്ക് ഭാഗത്ത് പ്രദക്ഷിണ വരി വിട്ടിട്ട് അവിടെ നിലത്തിരുന്ന കുറേ പേര് ഭജന സംഘം ഭജന പാടാറില്ലേ, നല്ല രസാത് കേൾക്കാൻ. അത് ഇപ്പോൾ നടക്കുന്നത് ആധ്യാത്മിക ഹാളിലാണ് കേട്ടോ. അടുത്തതായിട്ട് അപർണ അരുണാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ മഞ്ചാടി ചെമ്പിൽ നിന്ന് മഞ്ചാടി വാരി ഇട്ട് തൊഴുതു. എല്ലാം കഴിഞ്ഞ് തിരികെ റൂമിൽ പോവാൻ വെളിയിലിറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ കണ്ടു എൻ്റെ കൈയിൻ്റെ വിരലിൻ്റെ ഇടയിൽ മഞ്ചാടി ഇരിക്കുന്നതായിട്ട്. അത് കൊണ്ടുപോകുന്നു, അതിലെന്തെങ്കിലും ദോഷമുണ്ടോ? അറിയാതെ കൊണ്ടുപോകുന്നതിൽ ഒരു ദോഷവും ഇല്ല കേട്ടോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കരുതെന്ന് ഞാൻ പല തവണയും പല വീഡിയോസിലും പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങളിൽ ഒന്നാണ് ഈ മഞ്ചാടി എന്ന് പറയുന്നത്. അത് നമ്മൾ അവിടുന്ന് എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗൃഹത്തിൽ പോയിട്ട് അവിടെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു കളിപ്പാട്ടം എടുത്തു കൊണ്ടുവന്നാൽ അവർക്കത് വിഷമാവില്ലേ? അതേമാതിരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പക്ഷെ അറിയാതെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുണ്ണികൃഷ്ണനല്ലേ, അത് അനുഗ്രഹമായി കണക്കാക്കൂ കേട്ടോ. അടുത്തതായിട്ട് കുറൂരമ്മയുടെ അമ്പലം എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രീജ ഉണ്ണികൃഷ്ണനാണ് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ ദൂരെയാണ്. കേച്ചേരി വേങ്ങലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് കുറൂര് ഇല്ലത്തിൻ്റെ അമ്പലം, അതായത് കുറൂരമ്മയുടെ അമ്പലം, കുറൂരമ്മയുടെ ശ്രീകൃഷ്ണസ്വാമി. ഒന്ന് ആലോചിച്ച് നോക്കൂ, പൂന്താനത്തിൻ്റെ കൂടെ പോയൊരു ഉണ്ണികൃഷ്ണനുണ്ട്, അവിടെ പൂന്താനത്തിൻ്റെ ഒരു ഉണ്ണികൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട്. അതേമാതിരി തന്നെ കുറൂരമ്മയുടെ കൂടെ പോയൊരു ഉണ്ണികൃഷ്ണനുണ്ട്, അവിടെ കുറൂരില്ലത്തിൻ്റെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഭക്തരെ ഒന്ന് അറിഞ്ഞിങ്ങോട്ട് വിളിച്ചാണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ അപ്പം എഴുന്നേറ്റ് പോകും. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയല്ലേ. അങ്ങനെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വന്ന ഗുരുവായൂരപ്പനെ കാണാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് വന്നിരുന്നു കേട്ടോ. ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ കൂടെ പോയാൽ പിന്നെ നമ്മളിവിടെ വന്ന് കണ്ടാലോ, നമുക്ക് എന്ന് പറഞ്ഞൊരു ഗുരുവായൂരപ്പനെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ വിളിച്ചാൽ കൂടെ പോരാനായിട്ടൊരു ഉണ്ണികൃഷ്ണനെ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ആ ഉണ്ണികൃഷ്ണനെ മനസ്സറിഞ്ഞ് നമ്മളും ഒന്ന് വിളിച്ചു നോക്കൂ, നമ്മുടെ കൂടെ ഇങ്ങോട്ട് പോരും കേട്ടോ, ഒരു സംശയവും ഇല്ല. അപ്പോൾ ഉള്ളറിഞ്ഞ് ഭഗവാനെ എല്ലാവർക്കും വിളിക്കാൻ സാധിക്കട്ടെ. ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളോടുള്ള എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കാം. പക്ഷെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്നോട് ഗുരുവായൂർ അമ്പലം റിലേറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വിട്ടു പോകണ്ട കേട്ടോ, അതും ചോദിച്ചോളൂ. അപ്പം ഈ ചോദ്യത്തിനുള്ള ഉത്തരവും കൂടി എല്ലാവരും പറയാൻ ശ്രമിക്കും. ഇന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു ഉത്തരം വരുന്ന ചോദ്യമാണ് കേട്ടോ. അതായത് അത് ശരിയുത്തരമാകണം എന്നുള്ള ചോദ്യമാണ് കേട്ടോ. അതിനൊത്ത ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതറിയുന്നവർ എല്ലാവരും കമൻറ്റ് ചെയ്യൂ. ആ ചോദ്യം ഇതാണ്: ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം കളികളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആ കൃഷ്ണനാട്ടം കളി രചിച്ചത് ആരാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. കൃഷ്ണനാട്ടം കളിയുടെ പദങ്ങൾ രചിച്ചത് ആരാണ്? അതിൽ തന്നെ ദാരിദ്ര്യ ദുഃഖ ശമനത്തിനായിട്ട് ഏത് കൃഷ്ണനാട്ടം കളിയാണ് വഴിപാടായിട്ട് നടത്താറുള്ളത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം എല്ലാവരും കണ്ടുപിടിക്കൂ. അതിനുശേഷം ഇതിന് താഴെയായിട്ട് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിൽ ഓരോരുത്തരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള അവസരം എനിക്കില്ല. എന്നാലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്കും അത് മനസ്സിൽ ഉറയ്ക്കാൻ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൃഷ്ണനാട്ടം കളിയുടെ രചയിതാവ് ആരാണ്? അതുപോലെ തന്നെ കൃഷ്ണനാട്ടം കളിയിൽ ദാരിദ്ര്യ ദുഃഖ ശമനത്തിന് അല്ലെങ്കിൽ അഭിവൃദ്ധിക്ക് ഏത് കൃഷ്ണനാട്ടം കളിയാണ് ഷീട്ടാക്കേണ്ടത്? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിനുള്ള മറുപടി തരും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോവാം കേട്ടോ.
ഒരിക്കൽ ഒരു പ്രഭാഷകൻ, ഒരു ആചാര്യൻ ഇരുന്ന് ഒരു ക്ഷേത്രത്തിലിരുന്ന് കഥ പറയാണ് കേട്ടോ. ഹരികഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാനെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർണ്ണിക്കുന്നത് കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, കഥ പറഞ്ഞ്. നമുക്കൊക്കെ ഒരു സിനിമ കണ്ട് തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ പെട്ടെന്നൊരു കണക്ഷൻ കിട്ടില്ല അല്ലേ? ഈ കഥാപാത്രങ്ങളോ അവരുടെ ഇൻട്രൊഡക്ഷൻസോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വെച്ചാണ് ഒരു സിനിമ, ഇപ്പോഴത്തെ സിനിമയാണെങ്കിൽ പറയാനും ഇല്ല അല്ലേ, ഇടയ്ക്ക് വെച്ചാണ് ഒരു സിനിമ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് കണക്ടിവിറ്റി ഉണ്ടാവില്ല. അതേമാതിരി അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇടയ്ക്ക് വെച്ച് ഒരു കള്ളൻ ആ ക്ഷേത്ര പരിസരത്ത് വരാനിടയായി. അദ്ദേഹം വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് അതിൽ നിന്ന് മോഷ്ടിക്കണം എന്ന ഉദ്ദേശം വെച്ചിട്ടാണ്. നോക്കുമ്പോൾ ആ ക്ഷേത്രത്തിൽ നിറയെ ലൈറ്റും ആളുകളും ബഹളവും ഒക്കെ. അതൊന്നും കഴിഞ്ഞിട്ടില്ല. സാധാരണ ഈ ക്ഷേത്രം അടയ്ക്കാനുള്ള സമയമായിട്ടും ഈ ക്ഷേത്രം അടച്ചിട്ടില്ല എന്നല്ല, കുറേ ആളുകൾ അവിടെ ഉണ്ടേനും. അപ്പോൾ ഇദ്ദേഹം വന്നത് ഇപ്പോൾ മോഷ്ടിക്കാനില്ല കേട്ടോ. ക്ഷേത്രമൊക്കെ അടച്ച് എല്ലാവരും പോയി കഴിഞ്ഞ് ഏകദേശം അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞാൽ അവിടെ വന്ന് മോഷ്ടിക്കണം എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ ഭണ്ഡാരങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതിനൊക്കെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുൻപേ വന്നതാണ്. കുറേ ആളുകൾ ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഒരാൾ സ്റ്റേജിലിരുന്ന് പ്രഭാഷണം നടത്തുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ അമ്പലത്തിൻ്റെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കാം എന്ന് കരുതി അദ്ദേഹം അവിടെ ഇരിക്കും. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതുക്കെ 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 ആ ഹരികഥയിലേക്ക് ഇങ്ങനെ മാറിയത്. ആ ഹരികഥാ പ്രഭാഷകൻ പറയാണ്, അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം യശോദമ്മ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനെ പച്ചക്കല്ല് വെച്ച പുലിനഖം മോതിരം, അതുപോലെ തന്നെ പാലക്കാമാല, അങ്ങനെ അനേകം തരത്തിലുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള ആഭരണങ്ങൾ ഓരോന്നും. കഴുത്തിലാണെങ്കിൽ 4 മാലയുണ്ട്, കൈകളിലാണെങ്കിൽ ഓരോ കൈകളിലും 6 വള വീതമുണ്ട്. 2 കൈകളിലായിട്ട് രത്നം പതിപ്പിച്ച വളകൾ 6 എണ്ണം വെച്ചിട്ട് 12 വളകളാണുള്ളത്. 10 വിരലുകളിലും മോതിരം ധരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അരമണിയുണ്ട്. അരയിലെ കിങ്ങിണികൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കിലുങ്ങുന്ന ശബ്ദം ഉണ്ണികൃഷ്ണനെ കേൾക്കണം. അതിനു പാകത്തിനാണ് 4 വയസ്സുകാരൻ ഉണ്ണിക്ക് ആ ഒരു അരഞ്ഞാണം കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അത് തന്നെ എന്താണെന്നറിയോ അതിൻ്റെ ഒരു ഭംഗി. ഇതൊക്കെ പോരാഞ്ഞിട്ട് മഞ്ഞ പട്ടുടുപ്പിച്ചിട്ടുണ്ട്. ആ മഞ്ഞപ്പട്ടിൻ്റെ മുകളിലായിട്ട് പിന്നെയും ആഭരണം വെച്ചിട്ട് ഒന്ന് അതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഭരണത്തിൻ്റെ സഹായം വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കാലിലാണെങ്കിലോ കാൽച്ചിലമ്പുകളാണ് ഭഗവാന്. അതീവ മനോഹരമാണ് അവ. കാണാൻ ഭംഗിയുള്ള പാദത്തിൽ അതിലേറെ ഭംഗിയുള്ള മുത്തു പതിപ്പിച്ച രത്നം പതിപ്പിച്ചിട്ടുള്ള കാൽത്തളകളാണ് ഭഗവാന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്നും ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ അണിയിച്ചു എന്ന് പറഞ്ഞ് തലയിലാണെങ്കിലോ മയിൽപ്പീലിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു എന്താ പറയുക ചൂടാരത്നം പോലെയൊക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ആഭരണം വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു കിരീടം പോലെ വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും രത്നം പതിപ്പിച്ചിട്ടുണ്ട്. തനി തങ്കത്തിലുള്ളതാണ്. ഇങ്ങനെ ആഭരണങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുക. ഇതിലേക്കാണ് കള്ളൻ്റെ ശ്രദ്ധ പോയത്. ക്ഷീരമുള്ളോർ അകിടിൻ ചുവട്ടിലും എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ആഭരണങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പാരാ ഇത്രയൊക്കെ ആഭരണങ്ങൾ ഇട്ടിട്ടുള്ളത്, ഇതെന്താ ഇവിടെ നടക്കണേന്നൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല കേട്ടോ. ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചപ്പോൾ 4 വയസ്സുകാരൻ ഉണ്ണികൃഷ്ണന് അവൻ്റെ അമ്മയാണ് ഇത്രയും ആഭരണങ്ങൾ ധരിപ്പിച്ചത്. ഇത്രയും കള്ളന് മനസ്സിലായി. 4 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയധികം സ്വർണ്ണാഭരണങ്ങളോ രത്നാഭരണങ്ങളോ തങ്കത്തിൻ്റെ ആഭരണങ്ങളോ, എന്നാൽ പിന്നെ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയാൽ എനിക്കിനി ആജീവനാന്തം വേറെ മോഷണത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കള്ളൻ വിചാരിച്ചു. കള്ളൻ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ ഹരികഥാ പ്രഭാഷകൻ്റെ പേരൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് ആ പ്രഭാഷകൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കി കുറച്ച് ഭക്തരോട്. അപ്പോൾ ഭക്തരത് പറഞ്ഞു കൊടുത്തു. കാരണം ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ മഹാത്മ്യം കൊണ്ട് അടുത്ത പ്രഭാഷണം എവിടെയാണെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാവും എന്നൊക്കെ വിചാരിച്ച് കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 12 മണി കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഗൃഹത്തിലേക്ക് പോയി. ഈ പ്രഭാഷകൻ്റെ ഗൃഹത്തിലേക്ക് കള്ളൻ ചെന്നു. കള്ളൻ ചെന്നതും ഒരു കത്തി കൊണ്ടാണ് ചെന്നത്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ആ അമ്പലത്തിൽ പറഞ്ഞില്ലേ ഒരു ഉണ്ണികൃഷ്ണൻ ഉണ്ടെന്ന്, ആ ഉണ്ണികൃഷ്ണന്റെ കഴുത്തിലും കാതിലും ഒക്കെ നിറയെ ആഭരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ,
എവിടെ ചെന്നാലാ അവനെ കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ല, അതൊരു പുരാണ കഥ. എന്ത് കഥ? ആ ഉണ്ണികൃഷ്ണൻ എവിടെയാണെന്നാ ചോദിച്ചത്. അല്ല, ഞാനിപ്പോൾ അത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കത്തിയും കൂടെ എടുത്തു, എന്നിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ കഴുത്തിലങ്ങടെ വെച്ചു, എന്നിട്ട് ചോദിച്ചു, മര്യാദയ്ക്ക് ഉത്തരം പറയുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഗൃഹത്തിൻ്റെ പുറകിലൂടെ ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് ഒരു കാട് തുടങ്ങുന്നുണ്ടല്ലോ, അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയിക്കോളൂ. അപ്പോൾ കാട്ടിലാണോ ഉണ്ടാവുക എന്ന് ചോദിച്ചു. കാടിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് എത്തുന്ന സമയത്ത് ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിക്കും. അവിടെയാണോ ഇവരുടെ വീട് എന്ന് ചോദിച്ചു. ഇതെന്താ കാട്ടിൽ വീട് വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പോൾ, അതല്ല, തൽക്കാലം അവരിപ്പോൾ കാട്ടിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന്. എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുക, തടി കഴിച്ചിലാക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ചൊന്ന് കുടഞ്ഞുകൊണ്ട് ഈ കള്ളൻ ഇറങ്ങി ഓടിയിട്ട് അന്ന് മുതൽ അദ്ദേഹം ആ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഇദ്ദേഹം കുറേ ദൂരം യാത്ര ചെയ്തു. പിന്നെ ഇദ്ദേഹത്തിന് തോന്നി, ഈ കാട്ടിലൊക്കെ ആരെങ്കിലും വീട് വെക്കുമോ, എന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമോ. പക്ഷെ അപ്പം തന്നെ അദ്ദേഹത്തിന് തോന്നി, എന്നെ മാത്രമല്ലല്ലോ, അവിടെ എത്രയോ ആളുകൾ പ്രഭാഷണത്തിന് ഇരുന്നിരുന്നു, അവരോട് മുഴുവൻ പറയുന്നത് എന്താ, ഈ ഉണ്ണികൃഷ്ണനെ കുറിച്ചല്ലേ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കും, ഈ കാട്ടിൽ വന്ന് താമസിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും, ഇവിടെ തന്നെയായിരിക്കും ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരിക്കാം. എന്തിനാ അപ്പം അധികം പറയണത്, 4 വയസ്സുള്ള കുട്ടിയല്ലേ, പേര് വിളിച്ചാൽ കേൾക്കാണ്ടിരിക്കുമോ, ഞാനൊരു കള്ളനാണെന്നൊക്കെ കുട്ടിക്ക് അറിയാൻ പറ്റുമോ, ഇല്ലല്ലോ. അപ്പോൾ ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടായി പിന്നെ കള്ളൻ്റെ നടത്തം. കള്ളന് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അദ്ദേഹം വിചാരിച്ചു, ആ കുട്ടിയും ഇങ്ങോട്ട് കിട്ടി, ആഭരണം ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്ത് വിശന്നാലും എന്താ, കുറച്ച് നടക്കുക തന്നെ എന്ന് വിചാരിച്ചു. പിന്നെയും ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദാഹിക്കാൻ തുടങ്ങി, വല്ലാത്ത ദാഹം അനുഭവപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, എന്തായാലും ഞാനിപ്പോൾ വല്ല നദിയോ വെള്ളമോ തടാകമോ ഒക്കെ അന്വേഷിച്ചു പോയാൽ ചിലപ്പോൾ എൻ്റെ വഴി മാറിപ്പോവാൻ സാധ്യതയുണ്ട്, ഈ ഉണ്ണികൃഷ്ണനെ കാണാതെ പോവാൻ സാധ്യതയുണ്ട്, അത് വേണ്ട, വെള്ളം കുടിക്കണ്ട. ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണ വിളിച്ചുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ നടക്കുക തന്നെയാണ് കേട്ടോ. 3 ദിവസമാണ് അത്ര അദ്ദേഹം ജലപാനം പോലും ഇല്ലാണ്ട് നടന്നുകൊണ്ടിരുന്നത് കാടിൽ, ഘോരവനത്തിൽ. ഈ പ്രഭാഷകൻ എന്താ വിചാരിച്ചതെന്നറിയോ, 1.5 കിലോമീറ്റർ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാടേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം ഈ കള്ളൻ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കള്ളൻ എന്തോ ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചിട്ടായി ചോദിക്കുന്നത് ഉണ്ണികൃഷ്ണൻ ആരാണെന്ന്. വലിയ ബുദ്ധിമാനാണെങ്കിൽ അദ്ദേഹം ചോദിക്കില്ലല്ലോ. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയാൽ വല്ല വന്യജീവികളും ആക്രമിച്ച് ഇവൻ്റെ കഥ കഴിഞ്ഞോളും എന്ന് വിചാരിച്ച് തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത്രേ. എന്തായാലും ഈ കള്ളൻ കാട്ടിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച് അവസാനം 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ജലപാനം പോലും ഇല്ലാതായി അവിടെ കുഴഞ്ഞങ്ങോട്ട് വീണു. അപ്പോഴും ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ അദ്ദേഹം വീഴുന്നത്. വീണ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോധം പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് മുഖത്തേക്ക് ആരോ വെള്ളം തളിക്കുന്നുണ്ട്, വായിലൂടെ വെള്ളം ഒഴിച്ചു തരുന്നുണ്ട്, എഴുന്നേൽക്കൂ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോഴുണ്ട് സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ. ആ പ്രഭാഷകൻ പറഞ്ഞ എല്ലാ വേഷവിധാനങ്ങളോടും കൂടി മഞ്ഞ പട്ടുടുത്തിട്ടുണ്ട് അരയിൽ, അതിന് മുകളിലായിട്ടൊരാഭരണം ചാർത്തിയിട്ടുണ്ട്, കാലിലാണെങ്കിൽ നല്ല പൊൻതളകൾ കാണാനുണ്ട്, കയ്യിൽ കാപ്പ് കാണാനുണ്ട്, 6 വളകൾ കാണാനുണ്ട്, 10 മോതിരങ്ങൾ കാണാനുണ്ട്, 4 മാലകൾ കാണാനുണ്ട്, കിരീടധാരിയാണ്, ആ കിരീടത്തിൽ രത്നക്കല്ലുകൾ പതിപ്പിച്ചിട്ടുണ്ട്, കർണാഭരണങ്ങൾ എവിടെ നോക്കിയാലും സ്വർണ്ണ ആഭരണങ്ങളായിട്ട്, അതിനും നടുവിലായിട്ട് പുഞ്ചിരി തൂകുന്ന ഒരു മുഖവും കൂടി ഇദ്ദേഹം കാണാൻ ഇടയായി. ഇദ്ദേഹത്തിന് അങ്ങോട്ട് സന്തോഷം. എന്നാലേ അദ്ദേഹം സ്വയം മറന്നുപോയി, ഇത്ര ഞാൻ കള്ളനാണെന്നും ഇത് മോഷ്ടിക്കാൻ വന്നതാണ് എന്നൊക്കെ. നമ്മുടെ ഉണ്ണികൃഷ്ണനെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയിട്ടോ. ഇദ്ദേഹം ഉണ്ണീകൃഷ്ണ അങ്ങ് വന്നു എന്നാണ് ഇത്രേ ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ കള്ളൻ്റെ അടുത്ത് ഈ ആഭരണങ്ങൾ ഓരോന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഊരിയിട്ട് ഒരു കുഞ്ഞു പട്ട്, ആ മേൽമുണ്ടായിട്ട് ഇട്ടിരുന്ന പട്ട് അതിങ്ങനെ വിരിച്ചിട്ട് അതിലിങ്ങനെ ഓരോന്ന് വെച്ചിട്ട് പറഞ്ഞു, ഇതിന് വേണ്ടിയിട്ടല്ലേ എന്നെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നത്, ഇതാ ഞാൻ തരാലോ എന്ന് പറഞ്ഞിട്ട് കമ്മലൂരുന്നു, മാലയൂരുന്നു, മോതിരങ്ങൾ ഊരുന്നു, വളയൂരുന്നു. അപ്പോൾ ആ കള്ളൻ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രേ എനിക്കൊന്നും വേണ്ട, എനിക്കിത് മാത്രം മതി, എനിക്ക്
ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിച്ചുല്ലോ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ടപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അത്രേ, ശരി, അങ്ങേക്ക് ഇനിയും ഇനിയും എന്നെ കാണണമെന്നാണ് ആഗ്രഹം അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരു ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് എന്നിലേക്കുള്ള വഴിയിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ എന്നിട്ട് ഈ ആഭരണങ്ങൾ ഓരോന്നും ഈ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഇത് കൊണ്ടുപോയി ഗുരുവിന് കൊടുത്ത് നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ കാണാണ്ടായി. ഈ ആഭരണങ്ങൾ മുഴുവൻ കിട്ടി ഉണ്ണികൃഷ്ണനെ കാണാണ്ടായപ്പോൾ ആ കള്ളൻ വീണ്ടും നിലത്ത് വീണ് ഉരുണ്ട് നമസ്കരിച്ച് കരയാൻ തുടങ്ങിയിട്ടേ, ഉണ്ണികൃഷ്ണ അങ്ങേ മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര കരഞ്ഞിട്ടും ഭഗവാൻ അവിടെ വരുന്നില്ല. അങ്ങനെ കള്ളൻ എഴുന്നേറ്റിരുന്ന് ചിന്തിച്ചു, ഇപ്പം എന്താ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? ഗുരുവിനെ നമസ്കരിച്ചാൽ എൻ്റെ മുന്നിൽ വീണ്ടും വരാമെന്നല്ലേ പറഞ്ഞത്? എന്നാൽ ശരി, ഗുരുവിനെ നമസ്കരിക്കാം. ആരെയാ നമസ്കരിക്കേണ്ടത്? ആരാണ് എൻ്റെ ഗുരു? അദ്ദേഹം ആലോചിച്ചു, ആരാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അദ്ദേഹമാണ് എൻ്റെ ഗുരു. ഈ കള്ളൻ ഈ ആഭരണങ്ങൾ മുഴുവൻ കെട്ടിയെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. എങ്ങോട്ടാ വന്നത്? ആ ഹരികഥാ പ്രഭാഷകന്റെ മുമ്പിലേക്കാണത്രേ വന്നത്. ആ ഹരികഥാ പ്രഭാഷകനോ ഇദ്ദേഹത്തിനെ അകലേന്ന് കണ്ടപ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങി. മരിച്ചിട്ടില്ല കള്ളൻ എന്ന് മാത്രമല്ല, അതാ വീണ്ടും വരുന്നു, എന്നെ കൊല്ലാൻ തന്നെയായിരിക്കും, ഉണ്ണികൃഷ്ണനെ കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല, 100% ഉറപ്പാണല്ലോ എന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ വിറച്ചുകൊണ്ട് കണ്ണടച്ചു നിന്നുത്രേ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് ഈ ആഭരണങ്ങൾ മുഴുവൻ വെച്ച്, ഗുരു അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അത്രേ കള്ളൻ. ഇത് കേട്ട സമയത്ത് ഹരികഥാ പ്രഭാഷകൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു മാറ്റം അങ്ങേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ഈ ആഭരണങ്ങൾ കാണിച്ചു കൊടുത്തപ്പോൾ ശരിക്കും ആ ഹരികഥാ പ്രഭാഷകൻ ഞെട്ടിപ്പോയി. അദ്ദേഹം അന്ന് ആ പ്രഭാഷണത്തിലെ എന്തൊക്കെ തരത്തിലുള്ള ആഭരണങ്ങൾ എന്ന് യശോദമ്മ അണിയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ ഉണ്ട് ഇവിടെ കയ്യിൽ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. പ്രഭാഷകന് സങ്കടമായിട്ടോ, 30 വർഷക്കാലമായി ഞാൻ ഹരികഥ പറയാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇത്ര കാലമായിട്ടും എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ എൻ്റെ മുമ്പിലൊന്ന് വരാതിരുന്നത്? ഇന്നലെയോ മിനിയാന്നോ മറ്റോ ആണ് ഞാൻ ഈ കള്ളനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 2-3 ദിവസം കൊണ്ട് വരാൻ സാധിക്കുന്ന ഉണ്ണികൃഷ്ണന് എന്തേ എൻ്റെ മുമ്പിൽ വരാൻ സാധിക്കാഞ്ഞത് എന്ന് അദ്ദേഹത്തിന് കരഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണനോട് തന്നെ ചോദിച്ചു. ഭഗവാൻ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഭക്തന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കുക തന്നെ ചെയ്യൂട്ടോ. എന്ത് മറുപടിയാണെന്നറിയോ പറഞ്ഞത്? 30 വർഷമായിട്ട് അങ്ങേക്ക് ഒരു നിമിഷം പോലും ഞാൻ അങ്ങയുടെ മുമ്പിൽ വരും എന്നുറപ്പിച്ച് പറയാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ കള്ളൻ എന്നെ ഓരോ വിളി വിളിക്കുമ്പോഴും അടുത്ത വിളിയിൽ ഉണ്ണികൃഷ്ണൻ വിളി കേൾക്കും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വിളിച്ചത്. 3 ദിവസം ഇദ്ദേഹം ആഹാരം ഇല്ലാതെ ജലപാനമില്ലാതെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തവണ പോലും ഇദ്ദേഹത്തിന് തോന്നിയില്ല ഉണ്ണികൃഷ്ണൻ എന്നത് ഒരു പുരാണ കഥാപാത്രം മാത്രമാണ് എന്ന്. ഉണ്ണികൃഷ്ണൻ എന്ന കുഞ്ഞ് എൻ്റെ മുമ്പിൽ വരും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആ കള്ളൻ എന്നെ സമീപിച്ചത്. അങ്ങാണെങ്കിലോ 30 വർഷമായിട്ട് യശോദയുടെ ഏതോ വൃന്ദാവനത്തിലെ ഏതോ യശോദയുടെ ഏതോ പുത്രനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ വ്യത്യാസം എന്ന് ഹരികഥാ പ്രഭാഷകൻ എന്താ ചെയ്തത്? തിരിച്ച് കള്ളനെ നമസ്കരിച്ചു അത്രേ. നിനക്ക് കാണാൻ സാധിച്ച ആ പരബ്രഹ്മമൂർത്തിയെ എനിക്കും കൂടി കാണാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അദ്ദേഹവും നമസ്കരിച്ചു അത്രേ. അതിനുശേഷം ആ ഹരികഥാ പ്രഭാഷകന് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ എന്താണോ പ്രഭാഷണത്തിലൂടെ പറയുന്നത് ആദ്യം അത് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ച് പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ അത് ശരി എന്ന് വെക്കുള്ളൂ എന്ന് ആചാര്യൻ എപ്പോഴും പറയാറുണ്ട്. ഏതോ ഒരു വൃന്ദാവനത്തിലെ ഏതോ ഒരു യശോദമ്മയുടെ ഏതോ ഒരു കൃഷ്ണനല്ല ഭഗവാൻ, നമ്മുടെയാണ്, നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനാണ്. അപ്പോൾ പൊന്നു ഗുരുവായൂരപ്പ എന്ന് നീട്ടിയൊന്ന് വിളിച്ചോളൂ. ഗുരുവായൂരപ്പൻ നിങ്ങളോടൊപ്പം തന്നെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ എപ്പോഴും ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും സന്തോഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.